ഒരിക്കൽ യേശുവിൻ്റെ വാക്ക് കേട്ട് തൻ്റെ ശിഷ്യന്മാരിൽ പലരും തന്നെ വിട്ട് പോയി. യേശു തൻ്റെ പ്രിയപ്പെട്ട 12 ശിഷ്യരോട്, നിങ്ങൾക്കും എന്നെ വിട്ടു പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശിമോൻ പത്രോസ് കർത്താവിനോട്, കർത്താവേ, അങ്ങേ വിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? നിത്യജീവൻ്റെ മൊഴികൾ അങ്ങയുടെ പക്കൽ അല്ലേ ഉള്ളത്? തിരുവെഴുത്ത് നമുക്ക് സമ്മാനിക്കുന്ന നിത്യജീവൻ്റെ മൊഴികൾ കേൾക്കുവാനായിട്ട് താല്പര്യമുണ്ടോ? വാ, നമുക്ക് ചോദിക്കാം. ഗോഡ്ലി, തിരുവെഴുത്തുനിന്നൊരു വചനം പറയാമോ? തീർച്ചയായും. 1 പത്രോസ് 3:10 ഇപ്രകാരം പറയുന്നു, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അതിരത്തെയും അടക്കിക്കൊള്ളട്ടെ. ആമേൻ, ആമേൻ. അമ്മ, തിരുവെഴുത്തുനിന്നൊരു വചനം പറയാമോ? വിശ്വാസത്തിൻ്റെ നല്ല ഓർപ്പെടുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. ആമേൻ, ആമേൻ. നിത്യജീവനെ സംബന്ധിക്കുന്നൊരു വചനം ബൈബിളിൽ നിന്നും പറയാമോ ആൻറ്റി? യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു പറയുന്നതാ, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ. ഒരു വചനം പറയാമോ? മത്തായി 7:21 ഇങ്ങനെയാണ് പറയുന്നത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. ആമേൻ, ആമേൻ. നിത്യജീവനെ സംബന്ധിക്കുന്ന ഒരു വചനം ഹരിഭദ്ര പറയാമോ? യോഹന്നാൻ 17:3 പറയുകയാണ്, ഏകസത്യദൈവമായ പിതാവിനെയും അവിടുന്ന് അയച്ചിരിക്കുന്ന പുത്രനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ആമേൻ. നിത്യജീവനെ കുറിക്കുന്ന ഒരു വചനം നമുക്ക് ക്രിസ്റ്റിബറിനോട് ചോദിച്ചു നോക്കിയാലോ? നിത്യജീവനെ കുറിക്കുന്ന വചനം ഒരുപാടുണ്ട്. അതിൽ പവർഫുള്ളായിട്ടൊരു വചനമുണ്ട്. ശരിക്കും പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനനുസരിക്കാത്തവന് ജീവനെ കാണുകയില്ല. ദൈവത്തിൻ്റെ ക്രോധം അവനിൽ വസിക്കുന്നതേ ഉള്ളൂ. ഇത് ഭയങ്കര പവർഫുള്ളാണ്. ഇതിൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. ചുരുന്തർച്ചയ തിരുവഴുത്തിൽ നിന്നും നിത്യജീവനെ സംബന്ധിക്കുന്ന ഒരു വചനം പറയാമോ? ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച് തന്ന വചനം മത്തായിയുടെ സുവിശേഷം 6:33 വാക്യത്തിൽ, മുന്നമേ നീ എൻ്റെ നീതിയും രാജ്യവും അന്വേഷിപ്പിൻ, അതോടുകൂടെ എല്ലാം നിനക്ക് തരും എന്ന് എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു. ആ വചനമാണ് എന്നെ പ്രഘോഷിപ്പിച്ചത്. ആമേൻ, ആമേൻ. തിരുവഴുത്തിൽ നിന്നും നിത്യജീവനെ സംബന്ധിക്കുന്ന ഒരു വചനം ആൻറ്റി പങ്കുവെക്കാമോ? തിരുവഴുത്തിൽ നിത്യജീവനെ സംബന്ധിക്കുന്ന അനേക വചനങ്ങളുണ്ട്. അതിലൊരെണ്ണം പറയുവാണെങ്കിൽ 1 യോഹന്നാൻ 5:10 സാക്ഷ്യം പറയുന്നുണ്ട്. ആ സാക്ഷ്യത്തിൽ ഇങ്ങനെ പറയുന്നു, 11, ദൈവം നമുക്ക് നിത്യജീവൻ നൽകി, അവിടുത്തെ പുത്രനോടുള്ള ഐക്യത്തിൽ ആ ജീവൻ നമുക്ക് ലഭിക്കുന്നു. ഇതാണ് ആ സാക്ഷ്യം. ആമേൻ, ആമേൻ. നിത്യജീവനെ കുറിക്കുന്ന അനവധി വാക്യങ്ങൾ പ്രിയപ്പെട്ടവരോട് നാം കേൾക്കുവാനായിട്ട് ഇടയായി. ദൈവവചനം ഇപ്രകാരം പറയുന്നു, വചനം ആയ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ അവനിൽ ജീവനുണ്ടായിരുന്നു. ആ ജീവൻ നമുക്ക് നൽകുവാനും അത് സമൃദ്ധമായിട്ട് നൽകുവാനും അത്രേ താൻ വന്നിരിക്കുന്നത്. മത്തായി 7:13 ഇപ്രകാരം നമ്മെ ഓർപ്പിക്കുന്നു, ഇടുക്ക് വഴിയിലൂടെ അകത്ത് കടപ്പൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു, അതിലൂടെ പ്രവേശിക്കുന്നവർ അനേകരത്രേ. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്രേ, ആ വഴി കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഇടുക്കുവാതിലൂടെ അകത്ത് കടന്ന് നിത്യജീവനെ അവകാശമാക്കുന്നവരായിട്ട് നമുക്കും തീരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.